എൻ്റെ പൊന്നെ ആരുമില്ലേ? ലൈവ് വന്ന് ആ ആരെങ്കിലും വന്നോളൂ. ഇപ്പം തുടങ്ങിക്കാന്നേ ഉള്ളൂ. ആരും പേടിക്കണ്ട, ആരെങ്കിലും വരും. ഒരമണിക്കൂർ ലൈവ് ഇടാന്ന് വിചാരിച്ച്. ഉറങ്ങുന്നതിൻ്റെ മുമ്പ് രണ്ടാൾക്കാരോട് സംസാരിക്കാമല്ലോ. നമ്മളെ ഫ്രണ്ട്സ് ഒന്നും ആരെയും കാണുന്നില്ലല്ലോ. എവിടെ പോയി? ഒന്നിനും കാണുന്നില്ല. ആരോടും പറയാതെ ഞാൻ പോവാൻ. ആരുമില്ലാത്ത ഈ ലോകത്ത് ഇനി നമ്മളില്ല. ആരും ലൈക്കാൻ നിൽക്കല്ലോ. കിച്ചു, നീ വന്നാ? നീ നേരത്തെ അവിടെ പോയതിന് കിച്ചുവോ? ഇന്ന് ഫുള്ള് എന്താ പറയുക, ഫുള്ള് നോട്ടം തന്നെ കിച്ചുവോ? വേറെ ആരും കൂടി വന്നിക്കല്ലോ. ഓരോ ലൈക്ക് അടിക്കുന്നില്ലല്ലോ. ആരാത്? വേറൊരാളും കൂടി വടകരക്കാരി അമ്മ വിളിച്ചാൽ മാത്രം എന്തോ വടകരക്കാരിൻ്റെ ചാനലിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജീവ ചേട്ടാ എവിടെ പോയായിരുന്നു? എൻ്റെ പൊന്നെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നേടേം പോയിക്കില്ല. മുനീർക്ക, ഹായ് മുനീർക്ക. കുറച്ച് ചെറിയ ചെറിയ പണികളുണ്ടായിരുന്നു, അപ്പം അതൊക്കെ തീർത്തിട്ട് വന്നിരിക്കാന്ന് വിചാരിച്ച് അങ്ങനെ വന്നിരുന്നതാ. എന്തൊക്കെയുണ്ട് മുനീർക്ക വിശേഷങ്ങൾ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ജീവ ചേട്ട എന്നെ ഓർമ്മയുണ്ടോ? ജീവ നിന്നെ ഓർമ്മയില്ലാണ്ടിരിക്കുവോ? നീ നമ്മളെ ചങ്കല്ലേ. ജീവ ഹായ്. ജീവന് കിച്ചുണ്ടൊരു ഹായ് തന്നിക്ക്. ജീവനെ തുല്യം സ്നേഹിച്ചെന്ന അവളെ തന്നെ വഞ്ചിച്ചു എന്നുള്ള ഗാനം പോലെ തന്നെ ജീവയെ സ്നേഹിക്കാൻ ഈ ഗ്രൂപ്പിൽ അത്രയും ആൾക്കാരുണ്ട്. കഴിഞ്ഞു. എന്താ ഇന്ന് സ്പെഷ്യൽ മുനീർക്ക? ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ? കാറ്റോട് കാറ്റായി നീ എന്നിൽ നിന്നു. ഒന്നുമില്ലേ? ആന്ത മുനീർക്ക, ഞാൻ എൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞില്ലേ, നല്ല അടിപൊളി റേഷൻ പീടിയൻ അരിയും പിന്നെ കർമൂസക്കറിയും പിന്നെ രാവിലത്തെ കടലക്കറിയും പപ്പടവും പിന്നെ ചീരോ പറക്കി പുരയിലുണ്ടായ ഒരു രക്ഷയില്ല, ഒരു പിടുത്തം പുളിയിന്. എന്താ അതമ്മ നീർക്ക് എന്തെന്നാ സ്പെഷ്യല്? നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് സ്പെഷ്യലാണ് അല്ലേ? നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം നമുക്ക് സ്പെഷ്യലാ. എല്ലാവരും പോയാ? ആരെയും കാണുന്നില്ലാലോ. കാറ്റേ നീ വീശരുത് ഇപ്പോൾ. കമന്റ് അടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കമന്റ് വരായിട്ടോ? ആരെങ്കിലും നെയ്ച്ചോ മുനീർക്ക തളർത്തി കളഞ്ഞല്ലോ. നെയ്ച്ചോറായിനോ ഇന്ന്? നെയ്ച്ചോറും നല്ല അടിപൊളി ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ ഒരു പിടുത്തങ്ങ് പിടിച്ച് നന്നായിട്ട് അടിച്ചു മാറി തിന്ന. ആഷിഖ് മുഹമ്മദ്, പടച്ചോനെ കുരുപ്പ് എന്താണ് വർത്താനം? നല്ല വർത്താനം തന്നെ ബ്രോ, നല്ല നന്മ ഉഷാർ തന്നെ, നല്ല വർത്താനം. എന്താ പൊന്നെ, ഇതെന്ത് താരനാണെന്നറിയോ? ഭയങ്കര താരം പോകാൻ എന്താക്കണം? ആർക്കെങ്കിലും അറിയോ? എന്നാ പിന്നെ ചെമ്പരത്തിന്റെ താളി എടുത്തിട്ട് തലയിൽ വെച്ചാൽ മതി എന്ന് ആരും പറയല്ലേ പ്ലീസ്. എവിടെ എൻ്റെ വയനാടൻ ചങ്ക്? ഓനിപ്പം വരാള്ളൂ. ഓൻ വരും മാലാകയെ പോലെ. ഓൻ വയനാട്ടിലല്ലേ? ഓൻ വയനാട്ടിൽ കർണാടക ബോർഡറിലാണല്ലോ അവന്. ഓൻ്റെ സ്ഥലം ആടെയാ. അശിക്ക പോയടാ അവന്. അവൻ പോയി. അവൻ മലർക്കൊടി. ആജു നമ്മളെ മുനീർക്ക ഇവിടെ മണിയൂരുള്ളതാണ്. മുനീർക്കാൻ അറിയോ? ഞാൻ ഇന്നെ കാത്ത് നേരത്തൊക്കെ ലൈവ് ഇട്ടീനും, നീ ഒന്നും വന്നില്ല. ആരും വന്നില്ല,
ആരെയും കണ്ടില്ല. ഒരു ദിവസം ടുഗദർ ഉണ്ടാ കൊണ്ടുപോവാ. അന്ത് ചോദ്യം ആശിക്കേ അങ്ങനെയൊക്കെ കൊണ്ടുവരണമെന്ന് ആശയുണ്ട്. പക്ഷെ എല്ലാവരും തിരക്കില്ല. ഫുഡ് കഴിച്ചില്ലടാ ആച്ചു, ഫുഡ് കഴിച്ചില്ല. നമ്മളെ മുനീർക്കൊക്കെ കഴിച്ചിട്ടോ. ആശിക്കേ ഫുഡ് കഴിച്ചോ? കിച്ചു ഫുഡ് കഴിച്ചാ? ആരും ലൈക്കാൻ നിൽക്കില്ലട്ടാ. അജോ നിന്റെ ലൈക്ക് കിട്ടിയിട്ടില്ല. പടച്ചോനെ നീ പാടാൻ പോവുകയാണ്. അതെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം പാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. മൈക്ക് ഓടാക്കട്ടെ. ഹലോ ഒറ്റ മിനിറ്റ് ഞാൻ പാടാം. ഹലോ എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബിലുള്ള മെമ്പേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് വളരെ മനോഹരം. ഹായ് ഋഷിൽ, ഹായ്, എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് ടൈം ആണോ ഋഷിൽ നമ്മളെ ചാനലിൽ വരുന്നത്? എടാ ഋഷിൽ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നേ? അജു അല്ല കുരുപ്പേ അപ്പോൾ ഞാൻ ആരെ കൊണ്ടുപോയത് അറിയില്ലടാ. ആശിക്ക ആചരണീയോടണ്ട വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമ്മളിപ്പോൾ ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഗാനം വളരെ മനോഹരമായ ഒരു ഗാനമാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ഞാൻ പാടി കൊളാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാവരും ഹാപ്പി അല്ലേ? ഒരു പാട്ടായാലോ? ചില കല്യാണ പുരയിലൊക്കെ പോയാൽ ചോദിക്കുന്ന ഒരു ചോദ്യം, എല്ലാവരും ഹാപ്പി അല്ലേ? ഒരു പാട്ട് പാടിയാലോ? പാടി എന്ന് പറയും. ഓന്റെ വിചാരം എന്ന് വെച്ചുകൊണ്ട് ഓന്റെ പാട്ട് കേട്ടിട്ടേക്കുന്നു. ഒന്നുമല്ല. ആഷിക്ക് നമ്മളെ പ്രിയപ്പെട്ട ഒരു മെമ്പറാണ്. ഹാജര ഇതിന്റെ മുമ്പ് 2-3 ലൈവില് ആഷിക്ക് വന്നിട്ടുണ്ട്. നാടൻ പാട്ടായിക്കോട്ടെ, നാടൻ പാട്ട് പോയിട്ട് നാട്ടുകാർപ്പോലും അറിയാത്തൊരു ഗതിയായിട്ടത്. നീ പാടിയാൽ ഞാൻ പോകും. ഹാജു, എൻ്റെ പ്രിയപ്പെട്ട ഹാജുവിന് വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനം ഞാനിത് അവിടെ ആരംഭിക്കാൻ വേണ്ടി പോയാണ്. എന്തെങ്കിലും മനസ്സിലായിക്കോ? ഇല്ലല്ലോ. എൻ്റെ ഹാജുവിന് വേണ്ടിയിട്ട്. കാഞ്ചനമായ മൊയ്തീനെ സ്നേഹിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് ഞാൻ ഹാജറയെ സ്നേഹിച്ചു. പക്ഷേ വാക്കുകളില്ല. ഹാജു ഞാനാണ്. അതെ ആഷിക്ക്, നീയാണ്. ഹാജറയാണ്. മുനിയർക്ക് മുനിയറാണ്. അമ്ന ഷരീഫ്, ഹലോ അമ്ന, എന്തൊക്കെയുണ്ട് വിശേഷം? എന്നാ ഞാനൊരു പാട്ട് പാടല്ലേ? പാടട്ടെ. പാടി ഒരു വലിയൊരു ഗായകനാകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ നടക്കുമെന്നറിയില്ല. പാടല്ലേ? എല്ലാവരും നമ്മളെ കൂടെ കൈയടിക്കില്ല. എൻ്റെ മോനെ താരൻ ചൊറിഞ്ഞ് ഒരു വൈക്കായി ആരെടുത്ത് താരന്റെ മരുന്നുണ്ടോ? നീ പാടുകയാണെങ്കിൽ ഞാൻ പോവുകയാണ്. എന്റെ ആശിക്ക, നീ അങ്ങനെ ഒന്നും പറയില്ല കേട്ടാ. ആശിക്ക, നീ പോർന്ന് അവിടെ ഇരിക്കണേ. ഹാജറ ഹായ്. അമ്ന കുറെ കാലത്തിന് ശേഷം നമ്മളെ ലൈവിലേക്ക് വന്നത്. ഹാജറ കാക്കേ കൂടെ ഇവിടെ ഞാൻ കൊല്ലും. ഓക്കെ, നമ്മളെ പ്രിയപ്പെട്ട ഹാജറക്ക് വേണ്ടിയിട്ട് ഹാജറ വളരെ മനോഹരമായിട്ട് പാടാൻ പറഞ്ഞ ഒരു പാട്ടാണ് കാക്കേ കൂടെ എവിടെ. ആ പാട്ട് നമുക്ക് പാടാം. കാക്കേ കൂടെ വീടേ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ, കുഞ്ഞു വിശന്നു കരയുന്നു. കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ല നെയ്യപ്പം. അയ്യോ, എന്റെ കാക്കയെ മുഹമ്മദ് കാക്ക പറ്റിച്ചു പോയി കളഞ്ഞു. ലൈവ് കളാം. ഞാൻ അവിടെ വന്നു പോലും. അജു, കാഞ്ചനമാല മൊയ്തീനെ സ്നേഹിക്കുന്നതിനെ കാട്ടി 1000 മടങ്ങി അങ്ങനെ സ്നേഹിച്ചു. ഷാബ്ജഹാൻ മുംതാസിന് വേണ്ടിയിട്ട് താജ്മഹലെങ്കിലും പഠിത്തത് കൊടുത്ത് ഞാൻ നിനക്ക് പാട്ട് പാടി തന്നില്ല. അതെങ്കിലും നിനക്ക് മനസ്സിൽ വെച്ചൂടെ? അമ്ന ശരി, നാളെ എനിക്ക് എക്സാം ആണ്.
നിങ്ങൾ ലൈവ് കാണണം. ഞാൻ അമ്മ നാളത്തെ എക്സാമിന് നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അമ്മ പഠിച്ചതൊക്കെ വരട്ടെ, പഠിക്കാത്തതൊന്നും വരണ്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലാലുവിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട ലാലു ഈ ലൈവിലേക്ക് വന്നിട്ടുണ്ട്. ലാലു ഇപ്പൊ എവിടെയാണുള്ളത്? വീട്ടിലെത്തിയോ? ലാലു ഹായ്. കമന്റ് വന്നില്ല. ഓട്ടെ മുനീർക്ക പോയല്ലോ. മുനീർക്ക എന്താ മുനീർക്ക നമ്മളെ ഇഷ്ടമില്ലേ? ഉറങ്ങാൻ പോവാണോ? ഉറങ്ങാൻ പോവച്ചാ മുനീർക്ക പോട്. നമ്മൾ ഒരു 10-20 മിനിറ്റ് കൂടി നമ്മൾ ഉണ്ടാവും. അതായത് ഒരു കുറച്ചു നേരം കൂടി എന്നാ നമ്മള് ഒരു 10 മണി വരെ. അതിനുശേഷം ഞാൻ നടക്കാൻ പോകും. നടക്കണം രാത്രി. ഹലോ ഹാജു, എന്താ സുഖല്ലേ? അജുന് വളരെ സുഖമാണ്. വളരെ 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 നല്ല രീതിയിലാണ് ഹാജു പോയിക്കൊണ്ടിരിക്കുക. ഹാജുവിന്റെ ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞാലും ലാലു അറിയുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ലാലുവിന് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടട്ടെ. ലാലുവിന് സുഖം തന്നെ. ലാലു ലണ്ടനിലേക്ക് പോകാനുള്ള ഒരു പരിപാടിയിലാണ്. എല്ലാവരും കണ്ടോ, ലാലു സുഖം എന്ന് പറയുന്നുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞാലും സ്നേഹത്തിന് കണ്ണില്ല മൂക്കില്ല എന്ന് പറയുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട ലാലുവിന് വേണ്ടി ഞാനൊരു പാട്ട് പാടാം. ആരി പാടി. ലാലുവിന് ഇഷ്ടമായിരിക്കും പാട്ട്? ലാലു സുഖമോ ദേവി വേണ്ടല്ലേ? അതൊന്നും വേണ്ട. അജു ഞാൻ പോവുക. എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. കുറച്ച് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. നേരത്തെ നമ്മളെ മുനിയർക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളെ ലൈവിലുള്ളത്. അപ്പം മുനിയർക്കൊക്കെ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മൾ ഇപ്പൊ ലൈവിലേക്ക് വന്നതാണ്. അമ്നാശ്ശേരിയിൽ എല്ലാവരും പോയോ? എല്ലാവരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലൈവില് ആദ്യ ആൾക്കാരുണ്ടായിരുന്നു. അമ്മനെ ഇപ്പം എല്ലാവരും അതിൻ്റെതായ ഓക്കടാ പായി. അത് ഞാനും ഓക്കെ പറഞ്ഞു, പയ്യും പറഞ്ഞു ഞാൻ പോവുകയാണ്. എനിക്ക് ആജറ പോകുന്ന വെച്ചാൽ വേറെ ഒന്നല്ല കേട്ടോ. കാരണം ഒരു ഇന്ത്യക്കാരിന്റെ ചാനലിൽ വായി നോക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഹാജറ. അതുകൊണ്ട് തിരക്ക് കൊണ്ടാണ് ഹാജറ ഇങ്ങനെ നിൽക്കുന്നത്. ലാലു സുഖടാ? സുഖം, അടിപൊളി. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നില്ല. നന്നായി ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഹാജു പോകല്ലേ എന്ന് ലാലു പറഞ്ഞതുകൊണ്ടും ഹാജു എന്തായാലും പോകും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാജു നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കൂല. പണ്ടത്തെ ഹാജു അല്ല ഇപ്പം. ഹാജുവിന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. മൈക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ മൈക്ക് താഴെ വെക്കാൻ തോന്നുന്നില്ല. അതായത് കല്യാണപ്പരെ പറ്റി ഒരു മൈക്ക് ഇരുന്നിച്ച് പോലെ തന്നെ പറഞ്ഞുകൊണ്ട് പോടപ്പുറത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഒരു മൈക്ക് വായിട്ട് ഇവിടെ പിടിച്ചതാണ്. ആ മൈക്കാണ് ഈ മൈക്ക്. തേനും വഴമ്പും നാവിൽ തൂകും വാനം പാടി. നമുക്ക് തോന്നുന്ന പാട്ട് നമ്മളെ വീട്ടിൽ മയക്കണ്ടേ നമുക്ക് പാടാം. എന്നാൽ ഞാനും പോകുന്ന ഹംനാശറി നന്നായിട്ട് പഠിക്ക്, നന്നായിട്ട് എക്സാം ഒക്കെ അടിപൊളി ചെയ്ത് പാസ്സായി എന്നുള്ള ഒരു റിസൾട്ട് മാത്രം നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. എന്നെയും നിനക്കറിയില്ല, ഇന്നും നമ്മൾ കണ്ടിരുന്നു. ഋഷിൽ കേട്ടി ഇല്ലടാ, ഇന്ന് നമ്മളെപ്പോഴാ കണ്ടേ? സത്യ ഋഷിൽ എനിക്ക് ഓർമ്മയില്ല. എവിടുന്നാ കണ്ടത്? ഞാനൊന്ന് തിക്കോടി കൂടി തിരിഞ്ഞു കളിച്ചിക്ക് ഇഷ്ടം പോലെ. അപ്പൊ തിക്കോടിയിൽ വെച്ചിട്ടേക്കും കണ്ടത്. വേറെ എങ്ങോട്ടൊക്കെ ഞാൻ പോയിക്കില്ല, പോക്കുമില്ല. പാലക്കാടേക്ക് പോയിക്കില്ല. തിക്കോടി, കോടിക്കല്, ആ ഏരിയയിൽ മാത്രമാണ് പോയിക്കുള്ളൂ. നേരിട്ട് കാണണമെന്നുണ്ട്. എപ്പോഴാണ് കാണാൻ പറ്റുക? മുനിയർക്ക് നമുക്ക് എപ്പം കാണാമല്ലോ. മുനിയർക്ക നിങ്ങളെ മണിയൂര് നാട്ടില് ഒരു കിയൂരില് കിടിലം ഒരു ഹോട്ടൽ വന്നിട്ട് അവിടെ വന്ന് ഫുഡ് കഴിക്കാൻ ഇന്ന് വിളിച്ചിരുന്നു. അപ്പൊ നാളെ അടുത്തേക്ക് പോകാന്നുള്ളൊരു പരിപാടിയില്ല ഇൻഷാ അല്ലാഹ്.
മുനീർക്ക് വിളിച്ച് ഞാൻ കാണാൻ വരില്ലേ? മുനീർക്ക് എപ്പോൾ വേണേ വിളിച്ചോ, അപ്പം ഞാൻ വരും. എൻ്റെ നമ്പർ ഞാൻ നേരത്തെ മുനീർക്കൊക്കെ പറഞ്ഞു തന്നില്ലേ? എപ്പോൾ വേണേ വിളിച്ചോ. ഇതേമാതിരി ഹാജർ ഒരു ദിവസം വിളിച്ചിട്ട്, അജറ നീ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ച പറയണ്ടല്ലോ. അജറ എൻ്റെ വീട്ടിൽ പോയാലോ, അജറൻ്റെ ഉമ്മയുണ്ടായിരുന്നു, കാക്കുണ്ടായിരുന്നു, അജറ ഉണ്ടായിരുന്നു, പിന്നെ അജറൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങള് കുറെ കുത്തിന്റെ പാട്ടൊക്കെ പാടി കലവിൽ വെച്ച മക്കളൊക്കെ ആക്കി അടിച്ചു പൊളിച്ചങ്ങ് പോകുന്നു. ആരും കമന്റ് അടിക്കുന്നില്ല. ഇന്നെല്ലാവരും നല്ല അടിപൊളിയിൽ ഉറങ്ങുക, ഹാപ്പി ആയിട്ട് സ്വപ്നങ്ങളൊക്കെ നല്ല നല്ല സ്വീറ്റ് ഡ്രീംസൊക്കെ കാണാം, സ്വപ്നങ്ങൾ കാണുക. അപ്പോൾ നാളെ കാണാം. ബൈ കേട്ടോ. ഫാമിലീസിനോടൊക്കെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നല്ല നല്ല തല്ലിപ്പൊളി വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇതിന് മാത്രം എന്തല്ലേ നമ്മൾ പറയുന്നത്, കുറച്ചേരി ഇരുന്ന് കഥ പറയുന്നത്, വേറെ ഒന്നുമില്ല ലൈവില്. പക്ഷെ ഒരു രസമാണ് ഇത് അല്ലേ മുനീർക്ക? നോക്ക് എല്ലാവരോടും അസ്സലാമു അലൈക്കും, ദൈവം അനുഗ്രഹിക്കട്ടെ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു ഓൾ, ബൈ.